This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. ചാനൽ മല്ല വെക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെർമക്സിലെ GUI എന്ന് പറഞ്ഞുള്ള ഗ്രാഫിക്സ് യൂസിങ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞുള്ള ടൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമക്സ് സാധാരണ യൂസ് ചെയ്യുന്നത് കൊമാൻഡ് ലൈൻ ഇൻ്റർഫേസാണ്, CLI എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊരു ഗ്രാഫിക്സോ അതൊന്നും നമുക്ക് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ കാണാം. നമുക്കിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ഇങ്ങനെ കുറേ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നാണെങ്കിൽ കോപ്പി ചെയ്തിട്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ടെർമക്സിൽ ഇതാക്കാം. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 GB ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല വൈഫൈ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ സ്പേസും ഒരു 3 GB അടുത്ത് വേണ്ടി വരും. ഓക്കെ, ഞാൻ എൻ്റെ നോട്ട് ആണ് ഞാൻ ഒറ്റയടിക്ക് ഡയറക്റ്റ് നമ്മൾ ഇത് ചെയ്യണം, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ളതും ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ടെർമക്സ് ചെയ്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് വരുമ്പോൾ അറൗണ്ട് ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 to 1 മണിക്കൂർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്കും ആ ഒരു അത്ര വേണ്ടി വരില്ല. ഇത് ബിക്കോസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതല്ലേ, എന്നാലും ടൈം എടുക്കും ഓണായി വിടാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്തായാലും ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ എക്സിറ്റ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട, എന്തായാലും അത് കറക്റ്റായി വരും. ഓക്കെ, അതുപോലെ തന്നെ ഇതിനിപ്പോൾ സക്സസ്ഫുൾ ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടിയും ഈ കൊമാൻഡ് വീണ്ടും അടിക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ടൊരു കാര്യം കൂടി പറയാം, പുതിയ അപ്ഡേറ്റഡ് ഇത് യൂസ് ചെയ്യാണ്ട് ഓൾഡ് വേർഷൻ ഏതിലും യൂസ് ചെയ്യുക. ഓക്കെ, ടെർമക്സ്, എന്നാലാണ് നമുക്ക് ഒന്നുകൂടിയും ഇതായിരിക്കുക. എന്തായാലും ടെർമക്സിൽ വർക്കാവുന്ന ടൂൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ടെർമക്സ് ടൂള്, ടെർമക്സ് ആപ്പ് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. പിന്നെ ഇത് ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് ചിലപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ കൂടിയും നിങ്ങളൊന്നുകൂടിയും ഒന്നുകൂടി ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും കൂടി ഇതാക്കി കഴിഞ്ഞാൽ അതെന്തായാലും ഓക്കെ. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് പോസ് ചെയ്തതാണ്, നമ്മൾ അധികം ലെങ്ത് ആവേണ്ട ജസ്റ്റ്. അപ്പോൾ നമുക്ക് കാണാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നത് സ്റ്റോറേജിൻ്റെ ഇതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് അടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് കയറും. ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും എൻട്രോ ഇപ്പോൾ ഇങ്ങനെ സ്റ്റക്ക് ആയി വിചാരിച്ച് നിങ്ങൾ എൻട്രോ ഒന്നും അടിക്കാൻ നിൽക്കരുത്. ബിക്കോസ് എൻട്രോ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അത് ചിലപ്പോൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മെയിനായിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾ സ്റ്റേബിളായിട്ടുള്ള സ്ഥലത്ത് നോക്കാൻ നോക്കുക. ബിക്കോസ് നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടൈം കൂടുതൽ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഇതാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പാസ്വേഡിൻ്റെ കേസ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് ലോഗ് ലോസ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നിങ്ങൾ ഇത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൾറെഡി അവർ ചോദിക്കും പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു പാസ്വേഡ് ഒരു 6 ലെറ്ററിൻ്റെ അകത്തുള്ള ഒരു പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യുക. പിന്നെ വെരിഫൈ ചെയ്യും അതേ പാസ്വേഡ് എന്നുള്ളത് അടിച്ചിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരിക. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം പറയണ്ട. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് എനിക്ക് വരാണ്ടിരുന്നത്. ഓക്കെ, ഒരു ന്യൂ സെക്ഷൻ ഓണാക്കുക. ഓക്കെ, സ്റ്റാർട്ട് ഡെസ്ക്ടോപ്പ് അടിച്ചാൽ മതി. നമ്മൾ വൈ എന്നടിച്ച് കൊടുക്കുക, എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതേ സെയിം പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, കാണാം എനിക്കിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അതിന് മുമ്പ് നിങ്ങളൊരു ആപ്പ് കൂടി കയറണം. VNC വ്യൂവർ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊന്നും നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതൊരു ഡെസ്ക്ടോപ്പ് സൈസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കുക. കൂടെ കാണാം ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ IP അഡ്രസ് ലോക്കൽ ഹോസ്റ്റ് 1 കമ്പ്യൂട്ടർ നെയിം ഇതിലടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാം. ശേഷം കണക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, ഓക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടൂൾസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ടൂൾസ് നോക്കി നിങ്ങളുടെ അനുസരിച്ചിട്ട് ടെർമിനൽ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്രൗസറുണ്ട്, വെബ് ബ്രൗസർ, അതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടി കമാൻഡ് ഞാൻ തരാം. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 3 GB കൊടുത്തിട്ട് കയറ്റിയ ഡാറ്റയാണ്. അപ്പോൾ കളയുമ്പോൾ ഒന്ന് സാധാ മൊബൈൽ ഡാറ്റ വെച്ച് ചെയ്യുന്നവർക്ക് ഒന്ന് ജസ്റ്റ് ഇതാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് വിടുക. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അൺഇൻസ്റ്റാൾ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.